വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വയറൽ. അപ്പോൾ എന്താണ് കോർസ് എന്ന് പറയുന്നത്? കോർസ് എന്ന് പറയുന്നത് CORS. അത് പറയുന്നത് ക്രോസ് ഒറിജിൻ റിസോഴ്സ് ഷെയറിംഗ്. അത് നമ്മളുടെ ആപ്ലിക്കേഷന്റെ നമ്മൾ ആ കോർസ് എനേബിൾ ചെയ്ത് തന്നെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ നെറ്റ്വർക്ക് ടാബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് റീഫ്രഷ് ചെയ്യണം, വീണ്ടും നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ എനിക്ക് കോർസ് എറർ വന്നു. കോർസ് എറർ എന്നാണ് ക്രോസ് ഒറിജിൻ റിസോഴ്സ് ഷെയറിംഗ് ഇവിടെ കാണിക്കുന്നുണ്ട്. ആ ഒരു ടൂൾ ടിപ്പിൽ ഇവിടെ കാണിക്കുന്നുണ്ട് ക്രോസ് ഒറിജിൻ റിസോഴ്സ് ഷെയറിംഗ് എറർ മിസ്സിംഗ് അലോ ഒറിജിൻ ഹെഡർ. അതായത് നമ്മുടെ ആപ്ലിക്കേഷനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോളിസിയാണ് ബ്രൗസറിലും അല്ലെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ സെർവേഴ്സിലൊക്കെ ഉള്ള ഒരു പോളിസിയാണ് കോർസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കോർസ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു ആപ്ലിക്കേഷന് അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിന് വേറൊരു വെബ്സൈറ്റിലുള്ള APIsനെ കോൾ ചെയ്യാനോ അതിന്റെ റിസോഴ്സസ് ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. ബൈ ഡീഫോൾട്ട് പെർമിഷൻ ഇല്ല. അവര് പെർമിറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വേറൊരു സെർവറിലുള്ള APIs എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എങ്ങനെയാണ് വേറെ സെർവർ ആണോ അല്ലെ എന്നുള്ള ഐഡന്റിഫൈ ചെയ്യുന്നത്? നിങ്ങളുടെ ആ ഒരു ഹോസ്റ്റ് നെയിം, അതായത് നമ്മൾ URLന്റെ ആട്രിബ്യൂട്ട്സ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. എന്തൊക്കെയാണ് ഓരോ URL ഉള്ളത്? പ്രോട്ടോകോൾ ഉണ്ട്, പോർട്ട് ഉണ്ട്, ഹോസ്റ്റ് ഉണ്ട്, പാത്ത്, അങ്ങനെ ഒരുപാട് കമ്പോണൻസ് ഉണ്ടല്ലോ ഒരു URL. അപ്പൊ ആ ഒരു URL നോക്കിയിട്ടാണ് ഐഡന്റിഫൈ ചെയ്യുക ഇത് ഏത് URL ആണ്, അതായത് സെയിം URL ആണോ, സെയിം ഒറിജിൻ ആണോ. ഒറിജിൻ എന്ന് പറയുന്നത് ആരാണ് ഈ റിക്വസ്റ്റ് വിളിച്ചത്, API വിളിച്ചത്. ഇപ്പൊ നമ്മൾ എവിടെ നിന്നാണ് ഈ API വിളിക്കുന്നത്? നമ്മളുടെ ലോക്കൽ ഹോസ്റ്റ് 3000 സ്റ്റുഡന്റ് എന്ന് പറയുന്ന പേജിലാണ്. അപ്പൊ ഇവിടെ സ്റ്റുഡന്റ് എന്ന് പറയുന്നത് നമ്മളെ പാത്താണ്, പക്ഷെ നമ്മളെ ഹോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ലോക്കൽ ഹോസ്റ്റ് 3000. അതായത് ഈ ഒരു പോർട്ട് നമ്പർ കൂടി ചേർന്നിട്ടുള്ള ആ ഒരു ഭാഗമാണ് നമ്മളെ ഹോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 3000 എന്ന് പറയുന്ന പോർട്ടിലുള്ള നമ്മളുടെ റിയാക്ടിന്റെ ആപ്ലിക്കേഷൻ 4000 എന്ന് പറയുന്ന പോർട്ടിലുള്ള APIs വിളിക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഡിഫറെന്റ് വെബ്സൈറ്റ് ആണ്, അല്ലെങ്കിൽ ഡിഫറെന്റ് URL ആണ്, ഡിഫറെന്റ് ഹോസ്റ്റ് ആണ്. അപ്പോൾ അതും ഇതും തമ്മിൽ APIs വിളിക്കാൻ വേണ്ടി നമുക്ക് പെർമിഷൻ കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ പെർമിഷൻ അങ്ങനെ ഡീഫോൾട്ട് ആയിട്ട് ഉണ്ടാവില്ല. അങ്ങനെ കൊടുക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ കോർസ് എറർ വരുന്നത്. അപ്പൊ അതെങ്ങനെയാണ് ഫിക്സ് ചെയ്യേണ്ടത്? ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഒരു ഹെഡറിലാണ് അത് ഫിക്സ് ചെയ്യേണ്ടത്. ക്രോസ് ഒറിജിൻ റിസോഴ്സ് ഷെയറിംഗ് എറർ മിസ്സിംഗ് അലോ ഒറിജിൻ ഹെഡർ. അതായത് ഇങ്ങനെ ഒരു ഹെഡർ കാണുന്നില്ല. APIs റിക്വസ്റ്റ് സെർവറിലേക്ക് പോയി തിരിച്ചു വരുന്ന സമയത്ത് അതിന്റെ ഒരു ഹെഡർ ആണ് ചെക്ക് ചെയ്യുക. അപ്പൊ ആ ഒരു ഹെഡർ കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഇത് എറർ ആണ് എന്നുള്ളത് പറയുന്നത്. ഡയറക്ട്ലി നമുക്ക് ആ URL ബ്രൗസറിൽ ആക്സസ് ചെയ്യാണെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യുകയും ചെയ്യും. കാരണം അത് URL ബ്രൗസർ ആവുന്ന സമയത്ത് ബ്രൗസറിനെ അലോ ചെയ്യും. ബ്രൗസറിന് ഈ ഒരു ആപ്ലിക്കേഷൻ ബ്രൗസറിന് നോർമലി ആക്സസ് ചെയ്യണമല്ലോ. അതായത് 4000 എന്ന് പറയുന്ന പോർട്ടിലുള്ള നമ്മളുടെ നോഡിന്റെ API അതൊരു വെബ്സൈറ്റ് ആണ്, നമ്മൾ പബ്ലിക് ആയിട്ട് ഹോസ്റ്റ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു വെബ് API ആണ്. നമ്മൾ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ അപ്പൊ അത് ബ്രൗസറിൽ നമ്മൾ ആക്സസ് ചെയ്യുമ്പോൾ ബൈ ഡീഫോൾട്ട് വർക്ക് ചെയ്യും. അവിടെ നമുക്ക് എന്താണ് ആ ഒരു ഒറിജിൻ എന്നുള്ള ഒരു ബ്രൗസറിന്റെ ആപ്ലിക്കേഷൻ, അപ്പൊ അവിടെ റെസ്ട്രിക്ഷൻ ഇല്ല. പക്ഷെ ഇപ്പൊ ഇവിടെ ചെയ്യുന്നത് എന്താണ്? നമ്മൾ സ്പെസിഫിക് ആയിട്ട് അതൊരു അജാക്സ് കോൾ വഴി നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഫെച്ച് വെബ് API ഉപയോഗിച്ചിട്ട് അജാക്സ് കോൾ ചെയ്യാണ് എഴുതുന്ന നമ്മളുടെ റിയാക്ടിന്റെ ആപ്ലിക്കേഷൻ. അപ്പൊ അങ്ങനെ റിയാക്ടിന്റെ ആപ്ലിക്കേഷൻ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അതെന്താണ്? അതൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ആണ്. നമ്മളൊരു തേർഡ് പാർട്ടി, അതൊരു വേറൊരാളാണ്, പുറത്തുള്ള ഒരാളാണ് ആ ഒരു റിക്വസ്റ്റ് ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു എറർ വന്നിട്ടുള്ളത്. അപ്പോൾ ഏതൊരു ബ്രൗസറും എന്താണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെർവറിലേക്ക് റിക്വസ്റ്റ് പോകുമ്പോൾ ആദ്യം ആ സെർവറിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ മെസ്സേജ് അയക്കും. നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങൾ ഓക്കെ ആണോ എന്ന് ചോദിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ റിക്വസ്റ്റ് അയക്കും. അതിന്റെ റെസ്പോൺസ് വരും, തിരിച്ച് തന്നെ റെസ്പോൺസ് വരും. അതിന്റെ ഹെഡറിൽ ക്രോസ് ഒറിജിൻ പോളിസിന്റെ ആ ഒരു ഹെഡർ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ ഒരു അടുത്ത റിക്വസ്റ്റ് ആക്ച്വൽ റിക്വസ്റ്റ്, ഒരു ഗെറ്റ് റിക്വസ്റ്റ് ആണെങ്കിൽ പോസ്റ്റ് റിക്വസ്റ്റ് ആണെങ്കിൽ അടുത്ത ആക്ച്വൽ റിക്വസ്റ്റ് വർക്ക് ആവുകയുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മൾ അലോ ചെയ്യുന്നത്? നമ്മൾ APIsൽ വന്നിട്ട് നമ്മൾ ഇതാണ് APIs, നമ്മൾ റൗട്ടൊക്കെ ചെയ്യുന്ന അവിടെ നമ്മൾ റൗട്ടൊക്കെ മുൻപ് ചെയ്തതാണ്. അവിടെ നമ്മൾ എന്താണ് കോൾ ബാക്ക് ഫംഗ്ഷന്റെ ഉള്ളിൽ നമ്മൾ ഓരോ ഹെഡർ ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്, അതിന്റെ റെസ്പോൺസ് എൻഡ് ചെയ്യുന്നുണ്ട്, റെസ്പോൺസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ റെസ്പോൺസ് കൊടുക്കുന്നതിന്റെ മുമ്പ് നമ്മൾ ഒരു ഹെഡർ സെറ്റ് ചെയ്തു. കണ്ടന്റ് ടൈപ്പ് ആപ്ലിക്കേഷൻ JSON ആയിട്ടാണ് നമ്മൾ ഇത് തരുന്നത് എന്നുള്ള ആ ഒരു ഹെഡർ ഒക്കെ സെറ്റ് ചെയ്തല്ലോ. അപ്പൊ ഇതേപോലെ തന്നെ ഒരു ഹെഡർ കൂടെ നമുക്ക് സെറ്റ് ചെയ്യണം. ആ സെറ്റ് ചെയ്യുന്ന ഹെഡറാണ് അലോ ഒറിജിൻ പോളിസി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ റെസ്പോൺസ് ഡോട്ട് സെറ്റ് ഹെഡർ എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. ആ ഫംഗ്ഷനിലേക്ക് ഹെഡറിന്റെ ഒരു കീയും വാല്യൂ ആണ് നമ്മൾ പാസ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ അലോ ഒറിജിൻ പോളിസിന്റെ കീ എന്ന് പറയുന്നത് ആക്സസ് കൺട്രോൾ അലോ ഒറിജിൻ. ഇതിൽ ഓരോ വേർഡ്സിന്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപ്സ് ആണ്, എന്നിട്ട് ഹൈഫൺ ഇട്ട് സെപ്പറേറ്റ് ചെയ്യണം. അതായത് ആക്സസ്, അടുത്തത് കൺട്രോൾ C ക്യാപ്സ് ആണ്, ഹൈഫൺ ഇട്ടു അലോ A ക്യാപ്സ് ആണ്, ഹൈഫൺ ഇട്ടു ഒറിജിൻ. ഇതാണ് ഒരു കീവേഡ് എന്ന് പറയുന്നത്. അപ്പൊ ആക്സസ് കൺട്രോൾ അലോ ഒറിജിൻ എന്താണ് അലോ ചെയ്യേണ്ടത്? എന്നിട്ട് ഇവിടെ നമ്മൾ അടുത്ത വാല്യൂ കൊടുക്കുകയാണ്. വാല്യൂ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതൊക്കെ വെബ്സൈറ്റിൽ നിന്നാണ് അലോ ചെയ്യേണ്ടത് എന്നുള്ള കോമ സെപ്പറേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. ഇനി അതല്ല, നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് പറയാം എല്ലാ വെബ്സൈറ്റിൽ നിന്നും അലോ ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെയും പറയാം. അപ്പോൾ നിങ്ങൾ ഒരു വെബ്സൈറ്റ് URL മാത്രമേ സമ്മതിക്കുന്നുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വെബ്സൈറ്റിന്റെ അഡ്രസ് ഇവിടെ കൊടുക്കാം.
കൊടുക്കാം. അതല്ല നിങ്ങൾ സ്റ്റാർ ആണ് കൊടുക്കുന്നതെങ്കിൽ ഏത് ഒറിജിനും നിങ്ങൾ APIs എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാനിവിടെ ഇപ്പോൾ സ്റ്റാർ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഏത് വെബ്സൈറ്റിൽ നിന്ന് നമ്മളുടെ ഈ ഒരു APIs എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ പോർട്ട് റീഫ്രഷ് ചെയ്തിട്ടുണ്ട് നോഡ്മോൺ ഉപയോഗിച്ച്. ഇനി നമ്മൾ ആപ്ലിക്കേഷൻ ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. റീഫ്രഷ് ചെയ്തപ്പോൾ ഇപ്പോൾ കോർസ് എറർ ഒന്നുമില്ല, വർക്ക് ആയിട്ടുണ്ട്.